ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ഒരു നാളെ മാഘമാസത്തിലെ ഒരു ഏകാദശിയാണ് മോഹിനി ഏകാദശി. അത് ഈ മാധവമാസം വൈശാഖ മാസത്തിൽ അത് തന്നെയാണിത് മാധവമാസം. ഈ മാസത്തിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ഭൂമിയിൽ മനുഷ്യരെ ഭൂമിയിൽ അവർ കംപ്ലീറ്റ് ഈ മാസം ഫുള്ളുണ്ടെന്നാണ് പറയുന്നത്. അത് അവർ മനുഷ്യരെ എല്ലാം കാണുകയും അവരുടെ പ്രവർത്തികൾ നോക്കിക്കണ്ട് അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അവർക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. മാക്സിമം ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ഫുള്ളി വ്രതം ഈ മാസം വൈശാഖ മാസം ഫുള്ളി വ്രതം നോക്കിയിരിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, മത്സ്യമാംസാദികൾ കഴിക്കാതെ. അതുപോട്ടെ, ഞാനതല്ല പറയാൻ വന്നത്. നാളെ ഒരു 10 മണിക്ക് ശേഷം 10-10:30 ശേഷം തുടങ്ങുന്ന ഏകാദശിയാണ് മോഹിനി ഏകാദശി. മറ്റന്നാൾ ഉച്ച കഴിയുന്നവരെയുണ്ട്, ഉച്ചവരെ കണ്ടുണ്ട്. അപ്പോൾ മോഹിനി ഏകാദശി എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കം എന്താണെന്ന് പറയാം. വിഷ്ണു ഭഗവാൻ മോഹിനി വേഷത്തിൽ വന്ന അന്നൊരു ഏകാദശിയായിരുന്നു എന്നും ഈ മാധവമാസത്തിലെ ഏകാദശിയായിരുന്നു എന്നും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മാസത്തിലെ ആ ഏകാദശിയെ മോഹിനി ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. ഇനിയിപ്പം മോഹിനിയായിട്ട് എന്തിനാ വിഷ്ണു വന്നതെന്നും കൂടി പറയാം. പണ്ട് വിദ്യാധരാദികൾ അവർ വനത്തിലൂടെ ഇങ്ങനെ കാനനഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ ദുർവാസാവ് മഹർഷിയുടെ ആശ്രമം കാണുകയും അവരവിടെ ചെല്ലുകയും ചെയ്തു. അവിടെ ചെന്ന് ദുർവാസാവ് മഹർഷിയുടെ അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിന് ഒരു ദിവ്യമായ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല അവർ കൊടുക്കുകയും ചെയ്ത്. അതീവ സുഗന്ധമാണ് പൂക്കൾക്ക്. അങ്ങനെ നിർമ്മിച്ച ഒരു മാല, അതുകൊണ്ടുണ്ടാക്കിയ മാലയായിരുന്നു അത്. ദുർവാസാവ് മഹർഷിക്ക് കൊടുത്ത്. എന്നിട്ട് അവർ ദുർവാസാവിൻ്റെ മഹർഷിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അവർ പോയി കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി ഇരുന്ന് ആലോചിച്ച്, ഈ മാല ആർക്കാണ് കൊടുക്കുന്നത്? ഏറ്റവും നല്ലൊരു വ്യക്തിക്ക് വേണം ഈ മാല കൊടുക്കാനായിട്ട്. ഇതിടാൻ യോഗ്യതയുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ആരെയാണ് കൊടുക്കുന്നത്? വിഷ്ണു ഭഗവാനാ ശരിക്കും കൊടുക്കേണ്ടതെന്നൊക്കെ ആലോചിക്കും. വിഷ്ണു ഭഗവാന് കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഓർക്കും, വിഷ്ണു ഭഗവാൻ അത് ലക്ഷ്മി ദേവിക്കും ഭൂമി ദേവിക്കും കൂടെ പകത്ത് കൊടുക്കും. അത് വേണ്ട, മാല മുറിഞ്ഞു പോകും. ദിവ്യമായ പൂക്കളാണെന്ന് ഓർക്കണം. അതീവ സുഗന്ധമാണ്. അതായത് ആ മാല ഇരിക്കുന്നിടത്തുനിന്ന് വളരെ ദൂരെയുള്ളവർക്കും അതിൻ്റെ സുഗന്ധവും അതിൻ്റെ ആ മാല ദിവ്യമായ മാലയാണ്. അതിൻ്റെ ഗുണങ്ങളും, അതായത് അതിൽ നിന്ന് പ്രസരിക്കുന്ന സുഗന്ധവും അതിൻ്റെ ഒരു ചൈതന്യവും എല്ലാവർക്കും ആ മാല സൂക്ഷിക്കുന്നിടത്ത്, അല്ലെ മാല ധരിക്കുന്നവരോടൊപ്പമുള്ള എല്ലാവർക്കും ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാനും എടുത്ത ഭഗവാൻ അത് ഭാര്യമാരായ ഭൂമി ദേവിക്കും ലക്ഷ്മി ദേവിക്കുമായിട്ട് പകത്ത് കൊടുക്കുമെന്നും, അതുകൊണ്ട് വിഷ്ണു ഭഗവാന് കൊടുക്കണ്ട, മഹാദേവന് കൊടുക്കാമെന്ന് വെച്ചാൽ മഹാദേവന് പാർവതീദേവി പകുതി ശരീരം തന്നെ കൊടുത്തേക്കും. അപ്പോൾ എന്ത് കിട്ടിയാലും അവർ ഷെയർ ചെയ്യും. മഹാദേവൻ പകുതി പാർവതി ദേവിക്ക് കൊടുക്കും. അതുകൊണ്ട് അവിടെയും ഇത് കൊടുക്കണ്ട. പിന്നെ ഇരുന്ന് ആലോചിച്ച് ബ്രഹ്മദേവൻ എന്തായാലും കൊടുക്കണ്ട എന്ന് ചിന്തിച്ചിട്ട് പിന്നെ ദേവലോകത്ത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ആലോചിച്ചിട്ട് ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രന് തന്നെ ഈ മാല കൊടുത്തേക്കാന്ന് ഓർക്കും. അങ്ങനെ ഈ മാല ദേവേന്ദ്രന് കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ദേവേന്ദ്രൻ ഇത് ദേവലോകത്ത് അറിയും. ദുർവാസാവ് മഹർഷി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് അതിദിവ്യമായ ആ മാല തരണമെന്ന്. അതിന് അതീവ സുഗന്ധവും അത് ധരിക്കുന്നതും അവരോടൊപ്പമുള്ള ആൾക്കാരുമൊക്കെ അതിൻ്റെ ആ ഒരു ചൈതന്യത്തിൽ, പ്രസരിപ്പിൽ അവരെല്ലാം അവർക്കെല്ലാം അതിൻ്റെ ഒരു ഭാഗ്യം, അതിൻ്റെ ആ പൂമാല ധരിക്കുന്നവരുടെ ആൾക്കാർക്ക് കൂടി അതിൻ്റെ ഗുണങ്ങളുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ദേവേന്ദ്രൻ തന്നെ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കും. ദേവന്മാരും കൂടെ അത് ആസ്വദിച്ചോട്ടെ എന്ന് കരുതി കൊടുക്കും. ഒരുപാട് ദൂരെ വരെയാണ് അതിൻ്റെ സുഗന്ധം പോകുന്നത്. അപ്പം ദേവേന്ദ്രൻ ദുർവാസാവ് ആലോചിക്കുമ്പം തന്നെ ദേവേന്ദ്രൻ വിചാരിക്കും, പോയേക്കാം, അവിടെ പോയി മഹർഷിയുടെ ആശ്രമത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ മാല തരുമായിരിക്കും എന്ന് ചിന്തിച്ച് അവിടുത്തെ ദേവലോകത്തെ ഐരാവതം അതിൻ്റെ പുറത്ത് കയറി ദേവേന്ദ്രൻ ഇവിടെ വരും.
മഹർഷിയുടെ ആശ്രമത്തിൽ വരും. ആശ്രമത്തിൽ വരുമ്പോഴത്തേക്ക് ദുർവാസാവ് ആലോചിക്കുക, ഈ മാല ഞാൻ ഇവന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഇവിടെ വന്നു. എന്തായാലും ഇന്ദ്രദേവനെ കണ്ടത് നന്നായി. എനിക്ക് അതിവിശിഷ്ടമായൊരു മാല കിട്ടി. അത് ഞാൻ ആലോചിച്ച് ആർക്ക് കൊടുക്കണമെന്ന്. അത് താങ്കളുടെ കഴുത്തിൽ തന്നെ ഇടുന്നതായിരിക്കും യോഗ്യം എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്തായാലും താങ്കൾ വന്നത് കാര്യമായി. അതുകൊണ്ട് ഇനി ഞാൻ ഈ മാല താങ്കൾക്ക് തന്നെ തരികയാണ്. ഇത് നശിപ്പിക്കരുത്. ഇത് സൂക്ഷിച്ചോ, ദിവ്യമായ മാലയാണ്. അതീവ സുഗന്ധവും ഐശ്വര്യവും ഉണ്ടാകുന്ന മാലയാണിത്. അതുകൊണ്ട് ഇത് താങ്കൾ തന്നെ ധരിച്ച് എന്ന് പറഞ്ഞ് മാല എടുത്ത് കൈ കൊടുക്കും. ദേവേന്ദ്രൻ്റെ കൈ കൊടുക്കും. ദേവേന്ദ്രൻ ആലോചിച്ച് ഈ മാലയെടുത്ത് ഐരാവത്തിൻ്റെ മസ്തകത്തിൻ്റെ മുകളിലോട്ട് ഈ മാല വെച്ചിട്ട് ദേവേന്ദ്രൻ മുടിയൊക്കെ അന്ന് വളർന്നോ ഇല്ലായിരിക്കും, എനിക്കറിയത്തില്ല. മുടിയൊക്കെ വളർന്നേന്ന് തോന്നുന്നു. മുടിയൊക്കെ വിരലിൻ്റെ നഖമൊക്കെ ഉപയോഗിച്ച് ചീകി അഴിച്ചിട്ട് കുടഞ്ഞിട്ട് വിരലിൻ്റെ നഖം ഉപയോഗിച്ച് ചീകിന്ന ഭാഗവതി എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ചീകി മുകളിലോട്ട് അതെല്ലാം കെട്ടി വെച്ചിട്ട് ഈ പൂമാല എടുത്ത് കഴുത്തിലിടാമെന്ന് ഓർത്തിട്ട് മുടി അഴിച്ച് ഇങ്ങനെ കൈകൊണ്ട് ചീകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാലയുടെ അതിദിവ്യമായ സുഗന്ധം കൊണ്ട് വളരെ ദൂരെ വരെ ഈ മണം പോവുക. അപ്പോൾ വണ്ടുകളും ശലഭങ്ങളും ഒക്കെ നിറയെ തേൻ നുകരാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ മണം എവിടുന്നാണ് വരുന്നത്, ഈ പൂവിൻ്റെ ഗന്ധം എവിടുന്ന, പൂമാലയുടെ ഗന്ധം എവിടുന്നാണ് വരുന്നത് എന്നോർത്ത് അവർ പറന്നു വരും. എല്ലാവരും വണ്ടുകളും ശലഭങ്ങളും ഒക്കെ പറന്നു വരുമ്പം ഐരാവത്തിൻ്റെ മുകളിലിരിക്കുന്ന അതിദിവ്യമായ മാല അവരാവേശത്തോടു കൂടി വന്ന് ആനയുടെ ചെവിയിലും കണ്ണിലൊക്കെ പൊതിഞ്ഞ് മൂക്കിലൊക്കെ കയറി, മൂക്കിലല്ല ചെവിയിലും കണ്ണിലുമൊക്കെ കയറി അടച്ച് ഇരുന്ന് ഈ പൂവിൻ്റെ മധു നുകരാനായിട്ടുള്ള ആ ഒരു വെപ്രാളത്തിൽ, അതും പാട്ടും പാടി എല്ലാം കൂടെ വരുന്നത്. ഷഡ്ജം പാടി എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. എന്തുവായാലും ഏത് പാട്ടാന്നേലും ഏത് രാഗം വന്നേലും എല്ലാം പാടിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ഷഡ്പദങ്ങളൊക്കെ വരികയും ആനയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനാകും. കാരണം ആനയുടെ തലയിലായിരിക്കുന്നത് ഈ മാല. ആനയ്ക്ക് കണ്ണ് തുറക്കാനും വയ്യ, ചെവിക്കകത്തും കയറി ഭയങ്കര ബുദ്ധിമുട്ടായപ്പം ആനയ്ക്ക് ദേഷ്യം വന്ന് അത് ഈ തുമ്പിക്കൈ വെച്ചിട്ട് മാലയെടുത്ത് തറയിലിട്ട് 2 ചവിട്ടും കൂടെ കൊടുക്കും. ചവിട്ടിയൊക്കെ ആരൊക്കെയും കാലി കയറിയിട്ട് വണ്ടുകളൊക്കെ ഇരിപ്പുണ്ട് അതിനകത്ത് ഇഷ്ടം പോലെ. പുല്ലിനെയൊക്കെ കൊല്ലട്ടെ തെറിഞ്ഞു. ഐരാവതം അതിട്ട് ചവിട്ടി അരയ്ക്കുമ്പം ദുർവാസാവ് ഇത് ഇന്ദ്രൻ പോരുന്നില്ല. ദുർവാസാവ് അവിടെ നിൽക്കുമായിരുന്നു. ഇന്ദ്രൻ മുടി കെട്ടുന്നതെന്ന് ദുർവാസാവ് ശ്രദ്ധിച്ചില്ല. ഈ മാല തിരിഞ്ഞു നോക്കി മാലയിട്ട് ചവിട്ടുന്ന കണ്ട് ദുർവാസാവിനെ അല്ലെങ്കിൽ തന്നെ ദുർവാസാവ് മഹർഷി ഭയങ്കര ദേഷ്യക്കാരൻ. കാലിപ്പ് സഹിക്കാൻ വയ്യാതെ ഇന്ദ്രദേവനോട് പറയും, നീ ഒരു കശ്മലനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഞാനത് ഓർത്തില്ല. എന്തായാലും നിനക്ക് ഈ മാല തന്നത് വലിയ തെറ്റായിപ്പോയി. ഞാൻ എത്രമാത്രം സൂക്ഷിച്ച് സന്തോഷത്തോടെ എനിക്ക് അവർ തന്ന മാല ഞാൻ അത് ആരുടെ കഴുത്തിലിട്ടാലായിരിക്കും അത് ഏറ്റവും നല്ല ഭംഗിയായി തോന്നുക. വിഷ്ണു ഭഗവാന്റെ കയ്യിലും മഹാദേവൻ്റെ കയ്യിലും കൊടുക്കാഞ്ഞത് അവരത് മുറിക്കുമെന്ന് ഓർത്തിട്ടാണ്, മുറിച്ച് ഷെയർ ചെയ്യും ഭാര്യമാർക്ക്. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാതെ നിനക്ക് തന്നത്. നീ അത് ഇത്ര വിലയില്ലാതെ ദിവ്യ പുഷ്പങ്ങൾ കൊണ്ട് കെട്ടിയ മാല നീ ഇത്രയും വിലയില്ലാതെ നാശിപ്പിച്ച് കളഞ്ഞ് ആനയെക്കൊണ്ട് ചവിട്ടി തേച്ച് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് ദുർവാസാവ് ശപിക്കും. നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ കുലവും മൊത്തവും വൃദ്ധന്മാരായി പോകട്ടെ, ജരാനരകൾ ബാധിച്ച് വൃദ്ധരായി പോകട്ടെ എന്ന് ശപിക്കും ദുർവാസാവ് മഹർഷി. അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ ആ മാറ്റം ഉണ്ടാവും. ദേവേന്ദ്രൻ കരഞ്ഞ് കാല് പിടിക്കും. ഞാനൊന്നും ചെയ്തതല്ല, ഇത് സംഭവം ഇതാണ്. ഞാൻ എൻ്റെ മുടിയൊന്ന് കോതി ഒന്ന് കെട്ടി വെച്ചിട്ട് ഈ മാല ധരിക്കാമെന്ന് ആലോചിച്ച്, അതുകൊണ്ട് ഞാൻ ആ മാല ആനയുടെ മസ്തകത്തിന്മേൽ വെച്ചതാണ്. അതിൻ്റെ ദിവ്യ സുഗന്ധം കൊണ്ട് ഷഡ്പദങ്ങൾ വന്നതാണ്. അവർ ആനയെ ശല്യം ചെയ്തതുകൊണ്ടാണ് അത് ചവിട്ടി തേച്ചത്. അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല. ഞാനത് കളയണമെന്ന് വിചാരിച്ചത് ഞാൻ കളഞ്ഞതുമല്ല. ഞാനത് മസ്തകത്തിന്മേൽ വെച്ചിട്ട് എൻ്റെ തലമുടി ഒന്ന് കെട്ടിയിട്ട് ആ മാല ധരിക്കാം എന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് അവിടെ തന്നോട് ക്ഷമിച്ചിട്ട് എനിക്ക് ശാപമോക്ഷം തന്ന് അനുഗ്രഹിക്കണം. എന്നെയും എൻ്റെ കുലത്തെയും ശാപത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കും. സംഭവം പറയുന്നോണേ ദുർവാസാവ് എപ്പോഴും ദുർവാസാവിന് ഭയങ്കര മുൻകോപം. അപ്പോൾ പുള്ളി വിചാരിക്കും, സോ ഇനി എന്താ ശാപമോക്ഷം, ശരി
നീ തെറ്റുകാരനല്ലെങ്കിൽ നിനക്ക് ശാപമോക്ഷം കിട്ടും. പക്ഷേ അതിനൊരു കാര്യമുണ്ട്. പാലാഴി കടഞ്ഞ് കിട്ടുന്ന അമൃത് കൊണ്ട് അത് കൊണ്ടുവന്ന് അമൃതകുംഭം കിട്ടും പാലാഴിയിൽ നിന്ന്. ആ അമൃതകുംഭം കൊണ്ടുവന്ന് അതിൽ നിന്ന് അമൃത് ഭക്ഷിച്ചാൽ നീയും നിൻ്റെ കുലവും എല്ലാം, ദേവന്മാരെല്ലാം, നരകളെല്ലാം മാറി നല്ല യൗവനമുള്ളവരായി തീരും. സുന്ദരന്മാരായ യൗവനയുക്തരായ പുരുഷന്മാരും ആയി മാറും. അപ്പോൾ അത് കൊണ്ടുവന്ന് കഴിക്കണം. പിന്നെ അതുമാത്രമല്ല, മരണം അടുക്കത്തില്ല. പിന്നെ യാതൊരു തരത്തിലുള്ള രോഗങ്ങളും ഒന്നും നിങ്ങളെ പിന്നെ ബാധിക്കുകയില്ല അമൃത് കഴിച്ചു കഴിഞ്ഞാൽ. അത് അത്രയ്ക്കും ശക്തിയുള്ള സാധനമാണ്. അപ്പോൾ അത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ ജരാനരകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം തീർച്ചയായിട്ടും എല്ലാവരും മോചിക്കപ്പെടുമെന്ന് പറയും. അപ്പം അതെങ്ങനെ കിട്ടാനാ? വേറൊന്നും ഇല്ലെന്ന് ചോദിക്കും. വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല, അത് കിട്ടും. അത് തന്നെ കിട്ടും. അത് ശ്രമിച്ചാൽ മതി, തീർച്ചയായിട്ടും അത് കിട്ടുമെന്ന് പറയും. വേറൊരു മാർഗ്ഗമില്ല. ഇതാണ് അതിനുള്ള പോംവഴി. അങ്ങനെ ദേവേന്ദ്രൻ മാലയിടാൻ വന്നിട്ട് വൃദ്ധനായിട്ട് ദേവലോകത്തിയെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും വൃദ്ധരായി പോയി. എല്ലാം ജരാനരകളൊക്കെ ബാധിച്ച് സർവ്വരും വൃദ്ധരായിട്ട് കണ്ണൊക്കെ കാണാൻ വയ്യാതെ അവിടെ ഇങ്ങനെ ഇരിപ്പോട്ട്. ഈ അസുരന്മാർക്ക് ഭയങ്കര സന്തോഷം ഇവരെ കാണുമ്പോൾ. ഞാനത് ഈ മോഹിനി അവതാരം വായിച്ചപ്പം കണ്ടായിരുന്നു. അസുരന്മാർ ഭയങ്കര ചിരിയാണ് ഇവരെ ദേവന്മാരെ കാണുമ്പോഴത്തേക്ക്. എല്ലാം വയസ്സന്മാരായിപ്പോയി, മന്നലായിപ്പോയി എല്ലാം. ജരാനരകൾ ബാധിച്ച് കണ്ണും കാണാതെ ഓക്കെ. അപ്പം ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല, ദേവലോകത്തിരുന്നവർക്ക് എന്താ സംഭവിച്ചതെന്ന്. അപ്പം ദേവേന്ദ്രൻ ഇങ്ങനെ വൃദ്ധനായിട്ട് ചെന്നിട്ട് സംഭവം എല്ലാം പറയും. ഇതുപോലെ ദുർവാസ മഹർഷി തന്ന മാല ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ മുടി കെട്ടിയ സമയത്ത് അത് ആ മാല വണ്ടുകളെല്ലാം കൂടെ വന്നിരുന്ന് ഐരാവതത്തിൻ്റെ കണ്ണും മൂക്കുമൊക്കെ മറച്ചതുകൊണ്ട്, ചെവിയൊക്കെ അടച്ചതുകൊണ്ട് അവനെടുത്തിട്ട് ചവിട്ടി തേച്ച് കളഞ്ഞ് അതിനെ മുനി ശപിച്ചതാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. പാലാഴി കടഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അമൃത് കൊണ്ടുവന്ന് അത് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജരാനരകളിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ ശാപമോക്ഷം കിട്ടുകയുള്ളൂ എന്ന് ദേവേന്ദ്രൻ എല്ലാവരോടും പറയും. അവരെല്ലാം വിഷമിക്കും. പാലാഴി എങ്ങനെ കടയും, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നേരെ ബ്രഹ്മദേവൻ്റെ അടുത്തെല്ലാം പറഞ്ഞ് അവരെല്ലാം കൂടെ നേരെ മഹാദേവൻ്റെ അടുത്ത്. മഹാദേവൻ ഇവരെല്ലാം കൂടെ കൈലാസത്തിൽ ചെല്ലും. ഇവരെല്ലാം കൂടെ ഉള്ള ദേവന്മാരത്രയും മുതുക്കന്മാരായിട്ട് കൈലാസത്തിൽ ചെല്ലും. മഹാദേവനാണ് ഇവരെല്ലാം കണ്ടിട്ട് ഇത് എന്തോ പറ്റി, നിങ്ങളൊക്കെ എങ്ങനെ എത്ര പെട്ടെന്ന് വയസ്സായത്? ദേവേന്ദ്രൻ ഉൾപ്പെടെ സർവ്വ വൃദ്ധന്മാരായിപ്പോയി. അപ്പം മഹാദേവൻ ചോദിക്കും, എന്താ സംഭവം, എന്തോ പറ്റി എന്ന് ചോദിക്കുമ്പം ഇതുപോലെ മുനിയുടെ ശാപത്തെക്കുറിച്ച് പറയും, ശാപമോക്ഷവും പറയും. അപ്പോൾ ഭഗവാൻ പറയും, അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനൊരാളേ ഉള്ളൂ, നാരായണൻ വിചാരിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ പറ്റൂ. എന്നായാലും ലോകത്ത് നടക്കുന്ന എന്തൊരു ദുഷ്കർമ്മം ആര് ചെയ്താലും, ശാപമായാലും അല്ല എന്തായാലും, അസുരന്മാരുടെ ദ്രോഹമായാലും എന്തിനേയും നേരിടാൻ അദ്ദേഹം ഓരോരോ അവതാരങ്ങളെടുത്തല്ലേ നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ടുള്ളത്. നമ്മളെ അങ്ങനെ രക്ഷിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറ്റും. അദ്ദേഹത്തിന് മാത്രമേ അത് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും. മുരുകനെയും ഗണപതിയും ദേവിയും എല്ലാവരെയും വിളിക്കും. അവരെല്ലാവരും കൂടി പോവും അത് വൈകുണ്ഠത്തിയല്ലേ. അങ്ങോട്ട് വിഷ്ണു ഇതെല്ലാം കണ്ടങ്ങനെ ആസ്വദിച്ച് വയസ്സായി വരുന്ന ദേവന്മാരെയും മഹാദേവ വയസ്സൊന്നുമല്ല, അവരെല്ലാം കണ്ടിങ്ങനെ അവർക്കറിയാം, പുള്ളിക്കറിയാം ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുമെന്ന്. അപ്പോൾ അവരവിടെ ചെല്ലുന്നതാണ് വിഷ്ണു ഭഗവാൻ, ഇതെന്തോ പറ്റിയത്, നിങ്ങളൊക്കെ എന്തോ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിക്കും. എന്നാലും ഇതിങ്ങനെ സംഭവിച്ചതല്ലേ, നിങ്ങളൊക്കെ എന്തോ പറ്റിയതാണ്, നിങ്ങൾക്കൊക്കെ ഇത്ര പെട്ടെന്ന് വൃദ്ധരായത് എങ്ങനെ, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കും. വിഷ്ണു ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ട് അവിടെ കിടക്കുമായിരുന്നേ. പക്ഷെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കും. അന്നേരം അവർ ഉണ്ടായ സംഭവം അവർക്കും അറിയാം, ഭഗവാനെല്ലാം അറിയുകയൊക്കെ ചെയ്യാൻ, ചുമ്മാതെ പറയണം, ചോദിച്ചാൽ. അപ്പോൾ അവർ ഉണ്ടായ സംഭവം കാര്യം എന്തായാലും പറയുന്ന തന്നെ പറയും, നമുക്ക് വഴിയുണ്ടാക്കാം, എന്തായാലും നമുക്ക് ഇതെല്ലാം ചെയ്തേ പറ്റുള്ളല്ലോ, പാലാഴി കടഞ്ഞ് അമൃതം എടുത്തേ പറ്റൂ, എന്തായാലും ഇതിന് പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ, തീർച്ചയായിട്ടും നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം, നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട, സന്തോഷത്തോടെ പോകാൻ പറയും. അങ്ങനെ മന്ദരപർവ്വതത്തിനെ മത്താക്കി വാസുകി ശിവഭഗവാന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പിനെ
കയറാക്കി അസുരന്മാരുടെ സഹായത്തോടെ അസുരന്മാരെ വിളിക്കും ഒരറ്റം പിടിക്കാൻ. ആദ്യം വാലറ്റം പിടിക്കാൻ പറയുമ്പോൾ അസുരന്മാർ പറയും, പക്ഷേ ഞങ്ങൾ വാലൊന്നും പിടിക്കത്തില്ല, ഞങ്ങൾ തലയെ പിടിക്കുകയുള്ളൂ എന്ന് പറയും. അപ്പം ദേവന്മാരോട് ആ തല പിടിച്ചോളാൻ പറഞ്ഞു, തലയുടെ ഭാഗം. അപ്പോൾ അസുരന്മാർ ഇല്ല ഇല്ല, ഞങ്ങൾ വാലറ്റം എന്തായാലും ഞങ്ങൾ പിടിക്കത്തില്ല, അത് ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേട്, അതുകൊണ്ട് നമ്മൾ തലഭാഗമേ പിടിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയും, വേണ്ട, ശരി ശരി, നിങ്ങൾ തലഭാഗം പിടിച്ചോ. ദേവന്മാരോട് പറയാം, നിങ്ങൾ വാലിൻ്റെ അവിടെ പിടിച്ചോ, എന്തായാലും പിന്നെ നല്ലതായിട്ടേ വരുവുള്ളൂ, നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല, വാലിൻ്റെ അവിടെ പിടിച്ചോളാം ദേവന്മാരോട് പറയും. അങ്ങനെ അമ്മമാരെല്ലാം കൂടെ വാലിൻ്റെ അവിടെ. അസുരന്മാർക്ക് ഭയങ്കര ശരിയാണ് ദേവന്മാരുടെ ഈ വയസ്സായ ലക്ഷണം കാണുമ്പോൾ അവർ കിടന്ന് പൊട്ടിച്ചിരിക്കും. അപ്പം അവർ തലയുടെ അവിടെയും പിടിച്ചിട്ട് വാസുകിയെ കണ്ട് രണ്ടറ്റവും പിടിച്ച് ഇവർ മന്ദരപർവ്വതത്തിനെ മത്താക്കിക്കൊണ്ട് കടയും. പാലാഴി കടയുന്ന സമയത്ത് വാസുകിയുടെ വായിൽ നിന്ന് വിഷം ചീറ്റും. ക്ഷീണിതനായി വാസുകി വിഷം ചീറ്റുകയും പർവ്വതം താഴ്ന്നു പോവുകയും ചെയ്യും. കടലിലോട്ട്, പാലാഴിയിലോട്ട് മന്ദരപർവ്വതം താഴാനും തുടങ്ങുമ്പോഴാണ് ഭഗവാൻ കൂർമാവതാരം എടുക്കുന്നത്. കൂർമാവതാരം എടുത്തിട്ട് ആമയായിട്ട് ഇതിനെ തടഞ്ഞു നിർത്തും. പർവ്വതത്തിനെ തടഞ്ഞു നിർത്തി പാലാഴി കടഞ്ഞെടുക്കും. അപ്പം വമിക്കുന്ന വിഷം അസുരന്മാർ മയങ്ങി വീഴാൻ തുടങ്ങും. മയങ്ങി വീഴുമ്പോഴത്തേനും മഹാദേവൻ പെട്ടെന്ന് ആ വിഷം കൈകൊണ്ട് കോരി, എത്രയോ ഒരുപാട് വിഷമാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊതുങ്ങും. അദ്ദേഹത്തിൻ്റെ പാമ്പല്ലേ, അദ്ദേഹത്തെ കഴുത്തെ ചുറ്റി കിടക്കുന്ന പാമ്പ് വാസുകി. അപ്പോൾ ആ വിഷം അദ്ദേഹം കോരി കുടിക്കും. പാലാഴി എന്തായാലും കടഞ്ഞേ പറ്റൂ. എല്ലാവരും ലോകരക്ഷാർത്ഥമാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാ ദേവന്മാരും എന്ന് വെച്ചാൽ മഹാദേവനും വിഷ്ണുദേവനും ലോകത്തെ രക്ഷിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. നന്മകളായിട്ട് എല്ലാം ചെയ്യുന്നത്. കോരി കുടിക്കുമ്പോൾ പാർവതി ദേവി പിടിക്കും കഴുത്തിന്. ഇറങ്ങിപ്പോയ ഭഗവാൻ പിന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് വിഷം അതാ തൊണ്ടയ്ക്ക് തടഞ്ഞ് നീല നിറമായി പോകുന്നത്. ആ വിഷം കല്ലിച്ച് തൊണ്ടയ്ക്ക് കല്ലിച്ച് കിടക്കും. ആ വിഷം നീല നിറത്തി. ശിവരാത്രി ദിവസം ആചരിക്കുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പം ആ വിഷം കല്ലിച്ചെടുക്കും. അത് മുകളിലോട്ടും താഴോട്ടും പോവാതെ അങ്ങനെ കിടക്കും. കടൽ ശുദ്ധമാവും. അവർ വീണ്ടും കടഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ. അത് പിന്നൊരു കഥയായിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അമൃതം കിട്ടും, ലക്ഷ്മി ദേവി കിട്ടും. അല്ല, ലക്ഷ്മിയല്ല, സമുദ്രത്തിൽ നിന്ന് ലക്ഷ്മി ദേവിയാണ് വരുന്നത്. അങ്ങനെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എന്താ ധന്വന്തരി മൂർത്തി, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ പർവ്വതം എന്തോ പാലാഴി കടയുമ്പോൾ കിട്ടും. അത് പിന്നെ ഒരു സ്റ്റോറിയായിട്ട് ഞാൻ പിന്നെ പറയാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മോഹിനി ഏകാദശിയുടെ കഥയാണ്. അപ്പോൾ ഈ അമൃതം കിട്ടും. അമൃതം കിട്ടുമ്പം ദേവന്മാരെ വെട്ടിച്ച അസുരന്മാർ അമൃതകുംഭം കിട്ടിയോണ്ട് അമാർ അതെടുത്തോണ്ട് പോകും പാതാളത്തിൽ. അസുരന്മാർ ദേവന്മാർ അയ്യടാന്നായി പോകും. ഒരുപാടാന്ന് ഇത്രയും നേരം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അമൃത് കിട്ടിയപ്പോൾ അമൃത കുംഭത്തോടെ അസുരന്മാർ അതുമായിട്ട് അടിച്ചു മാറ്റി അവർ പാതാളത്തിൽ പോകും. അവിടെ ചെന്ന് ഇവരിത് കഴിക്കാനിരിക്കുമ്പോഴാണ് മഹാവിഷ്ണു ദേവന്മാരോട് പറയാം, നിങ്ങൾ വിഷമിക്കുകയോ വേണ്ട, എല്ലാത്തിനും ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ പോയി അമൃത് കൊണ്ടുവരാമെന്ന് പറയും. അപ്പോൾ അവർക്കറിയാം വിഷ്ണു ഭഗവാൻ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവരുമെന്ന്. അങ്ങനെ അവർ അവിടെ പോയി വിഷ്ണു ഭഗവാൻ പാതാളത്തിൽ പോയി ദേവന്മാരെല്ലാം പോവും ദേവലോകത്ത്. പാതാളത്തിൽ പോയി അസുരന്മാരിങ്ങനെ നിരന്നിരുന്ന് അമൃതകുംഭം അവിടെ വെച്ചിട്ട് അവരത് കഴിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. ആ സമയത്ത് അജയ്യരാവും. പിന്നെ അവർക്ക് മരണവുമില്ല, ലോകം മുഴുവൻ അവർ നശിപ്പിക്കുകയും ചെയ്യും അമൃത് കഴിച്ചു കഴിഞ്ഞാൽ അസുരന്മാർ. ശക്തിയും രോഗങ്ങളുണ്ടാകത്തില്ല, മരണമില്ല, അങ്ങനെയുള്ളവരായി തീരും. അങ്ങനായ പിന്നെ ലോകം നശിച്ച് പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ ഭഗവാൻ അവിടെ ചെന്നിട്ട് പറയും, അയ്യോ ഇത് നിങ്ങളിങ്ങനെ കഴിക്കണ്ട. സുന്ദരിയെ കാണുമ്പോൾ തന്നെ ഉമ്മാരെ കണ്ണ്, സുന്ദരി മോഹിനിയുടെ വേഷത്തിലാണ് ചെല്ലുന്നത് സുന്ദരിയായിട്ട്. സുന്ദരിയെ കാണുമ്പോൾ തന്നെ ഉമ്മാരെ കണ്ണ് മഞ്ഞളിക്കും അസുരന്മാർ. ഏതാണ് ഈ സുന്ദരി ഏതാ? അപ്പം ഭഗവാൻ പറയും, ഇത് ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരാം, നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കുക. ആദ്യം കണ്ണ് തുറക്കുന്ന ഏറ്റവും ഒടുക്കം കണ്ണ് തുറക്കുന്ന വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറയും. അങ്ങനെയായിരുന്നു തോന്നുന്നു, ഞാൻ തിരുമനസ്സായി വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ പറയും. അപ്പോൾ അവർ കണ്ണ് തുറക്കാതിരിക്കും.
ആദ്യം കണ്ണു തുറക്കുന്ന ആ കണ്ണു തുറക്കാതിരിക്കും. അപ്പം മോഹിനി എന്തു ചെയ്യും? ഇവന്മാരെന്തായാലും കണ്ണു തുറക്കത്തില്ല. ഏതെങ്കിലും ഒരുത്തൻ കണ്ണു തുറന്നാൽ ആരും തുറക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഒടുക്കം തുറക്കുന്നവരല്ലേ മോഹിനി വിവാഹം കഴിക്കാൻ പോകുന്നത്. അതീവ സുന്ദരി, അവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പം ഇവന്മാർ കണ്ണടച്ചിരിക്കും. കണ്ണടച്ചിരിക്കുന്ന സമയത്ത് വിഷ്ണു ഇത് എടുത്തുകൊണ്ട് സ്ഥലം വിടും. സ്വർഗത്ത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. അവരിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസുരൻ ചെല്ലും. വിഷ്ണു ഭഗവാൻ അത് മനസ്സിലാവുകയും കൊല്ലുകയും ചെയ്യും. വെട്ടിക്കളയും, കഴുത്ത് വെട്ടി തൂക്കും. അത് പിന്നെ പറയാം കഥ. ഞാൻ പറഞ്ഞു തന്ന മോഹിനിയുടെ അവതാരം കൊണ്ട് ഈ മോഹിനി അവതാരത്തിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ മോഹിനി ഏകാദശി, മാഘമാസത്തിലെ ഈ മോഹിനി ഏകാദശി. അപ്പോൾ ആ വ്രതം നാളെ തുടങ്ങുന്നത്, മറ്റന്നാൾ ഉച്ച കഴിയുന്നവരുണ്ട്. എല്ലാവരും ആ വ്രതം നോക്കണം. മക്കൾക്ക് വേണ്ടിയൊക്കെ നോക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അരി ആഹാരമൊന്നും കഴിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ഗോതമ്പോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ പാലൊക്കെ കഴിച്ച് ആ വ്രതം 8-ാം തീയതി 9-ാം തീയതി രാവിലെ 5:30-നും 7:30-ക്കും ഇടയ്ക്കെങ്ങാണ്ട് അത് അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നെ ആ മോഹിനി അവതാരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള വ്രതത്തെ പറ്റിയാണ്. അപ്പം ഇതാണ് ആ വ്രതത്തിൻ്റെ കഥ. അത് വൈശാഖ മാസത്തിലെ അതിദിവ്യമായ ഒരു ഒത്തിരി കഥ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കുറേ കഥ വരുന്നു ഭാഗവതത്തിൽ പറയാം. അപ്പം ദിവ്യമായ വ്രതമാണ് ഇത്. എല്ലാവരും അനുഷ്ഠിക്കണമെന്ന്. അനുഷ്ഠിച്ചാൽ കൊള്ളാം. അനുഷ്ഠിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇഷ്ടമുള്ള വ്രതം നോക്കാൻ ഇഷ്ടമുള്ളവർ അത് ചെയ്യാം. ആഹാരം അതായത് വ്യാഴാഴ്ച ദിവസം ഭക്ഷണം ഒന്നും കഴിക്കാതെ വ്രതം നോക്കുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഞാൻ പണ്ട് പ്രദോഷവും അങ്ങനെ നോക്കിയിട്ടുണ്ട്. രാവിലെ തൊട്ട് സന്ധ്യപ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, സംസാരിക്കാതെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. മോനൊക്കെ സ്കൂളിൽ പോകും, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം തനിച്ചിരുന്ന് ആ വ്രതമൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്കറിയില്ല. എന്തായാലും ആ വ്രതം നോക്കാൻ ഇഷ്ടമുള്ളവർ നോക്കുക. ഞാൻ ആ വ്രതത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വിഷ്ണു ഭഗവാന്റെ ഈ അവതാരം കാണാൻ മഹാദേവൻ ആഗ്രഹം ഉണ്ടാവുകയും പിന്നെ മഹാദേവൻ പിന്നെ വിഷ്ണു അത് അങ്ങനെ ആ അവതാരം മഹാദേവനെ ഒരിക്കൽ കാണിക്കുകയും പിന്നെ അത് എങ്ങനെയാണ് മോഹിനി രൂപം പ്രാപിച്ച് മഹാദേവനെ കാണിക്കുകയും അങ്ങനെ മഹാദേവന് ആ മോഹിനി രൂപത്തിൽ ഇഷ്ടം തോന്നി. അങ്ങനെ ആ മോഹിനിക്കൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞാണ് അയ്യപ്പൻ. അതിനെ ആ വനത്തിൽ ഉപേക്ഷിച്ച്, ഈ ഉപേക്ഷിക്കലൊക്കെ അന്ന് തൊട്ടേ ഉണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവുകയും അതിന് മക്കളില്ലാതിരുന്ന പന്തള രാജാവ് എടുത്ത് വളർത്തുകയും അത് നമ്മുടെ കലിയുഗത്തിൻ്റെ ദേവനായ ധർമ്മശാസ്താവ് ആയിട്ട് അദ്ദേഹം ശബരിമലയിൽ പോയി. അതായത് അമ്മയുടെ വേറൊരു കുഞ്ഞുണ്ടാകും. അയ്യപ്പൻ വന്നു കഴിയുമ്പോൾ, കുറച്ച് നാൾ കഴിയുമ്പോൾ, അയ്യപ്പനെ കുറച്ച് വലുതായി കഴിയുമ്പോൾ വേറൊരു കുഞ്ഞുണ്ടാവും അവർക്ക്, രാജാവിന്. അതുവരെ പുത്രദുഃഖത്താൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ മോനെ കിട്ടുന്നത്. അങ്ങനെ വേറെ കുഞ്ഞുണ്ടാകുമ്പം അവൻ്റെ അമ്മയ്ക്ക് അയ്യപ്പനെ ഒഴിവാക്കണം. അതിനുവേണ്ടി പുലിപ്പാൽ എന്തോ വയറുവേദന എടുത്ത് കിടക്കുകയും പിന്നെ പുലിപ്പാൽ കൊണ്ടുവരാൻ അയ്യപ്പനെ പറഞ്ഞു വിടുക. അയ്യപ്പൻ നിസ്സാരമായിട്ട് പുലികളുമായിട്ട് വരും. ദേവനല്ലേ, തുല്യരായ 2 ദേവന്മാരുടെ പുത്രനാണ്. അപ്പം അതുകൊണ്ട് ഓക്കെ, ആ കഥയ്ക്ക് ഇവിടെ വലിയ പ്രസക്തി ഇല്ല. എങ്കിലും ഞാൻ പറഞ്ഞാൽ ഇതാണ് മോഹിനി ഏകാദശിയുടെ കഥ. ആ അവതാരത്തെ ആസ്പദമാക്കിയുള്ള ഏകാദശിയാണ്. വൈശാഖ മാസത്തിലെ അതിശ്രേഷ്ഠമായ ഏകാദശി നോക്കാൻ ആഗ്രഹമുള്ളവർ നോക്കുക. പിന്നെ എല്ലാവർക്കും എന്താണ്, വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ഈ മാസത്തിൽ ഫുള്ളി ഭൂമിയിലുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അവരെ വരവേൽക്കാനായിട്ട് നമ്മളെപ്പോഴും നല്ലതായിട്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെയും വൈകിട്ടൊക്കെ നിലവിളക്ക് കത്തിക്കുകയും ഭാഗവതം വായിക്കുകയും ഈ മന്ത്രങ്ങൾ, നാരായണൻ്റെ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ഉണ്ട്, ആ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയും ഒക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കട്ടെ, എല്ലാവരും അങ്ങനെ
അങ്ങനെയൊക്കെ ശ്രമിക്കുക. നമുക്ക് ഈ അതീവ ദുഃഖമല്ലേ കലിയുഗത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്, നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നത്. ഒരു എനിക്ക് ടി വി ഒന്നുമില്ല, പക്ഷെ ഞാൻ ഫോൺ പോലും എടുത്ത് നോക്കാൻ പേടിയാണ്. എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. ഓരോ കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞല്ല, കല്യാണം കഴിച്ചിട്ട് 6 ദിവസമായപ്പം ഒരു ആ ചെറുക്കനെ നേവി ഉദ്യോഗസ്ഥനെ വെടിവെച്ച് വന്ന് കണ്ടില്ലേ പഹൽഗാമിൽ. അപ്പോൾ അതേപോലത്തെ ഒരുപാട് അത് മാത്രമാണ് 26 പേരെ കൊന്നു. ഇത്രയെല്ലാം ദുഷ്ട സംഭവങ്ങൾ ഇനി അങ്ങോട്ടുണ്ടാകും. നമ്മളെ മെൻ്റലി അതെല്ലാം തളർത്തിക്കൊണ്ടിരിക്കും. നമുക്കൊന്നും മനസ്സ് ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വേദനകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു മോചനം എന്ന് വെച്ചാൽ നാരായണ നാമം ജപിക്കുക, ഇതുപോലുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക. അപ്പം നമുക്ക് ഭഗവാന്റെ ഒരു ഹെൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കും, ഒരു പിടുത്തം. അപ്പം അത് നമുക്ക് വേദനകളിൽ നിന്ന് മോചനം തരും. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.